ആദ്യത്തെ വ്യൂസിൽ നിന്നും ഈ വ്യൂസിലേക്ക് ഞാൻ എങ്ങനെ എത്തി എന്നുള്ളതിന്റെ ടിപ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കും. ഇത് വിത്ത് പ്രൂഫാണ് എല്ലാം 100% ആയിട്ട് നിങ്ങളുടെ ചാനലിൽ മാറ്റം വന്നിരിക്കും. ഇതുപോലെ പച്ചക്കളർ കത്തിയാണോ എല്ലാം ഇരിക്കണമെന്ന് ആദ്യം നോക്കുക. കാരണം ഷാഡോ ബാൻ ആണ് 2025 ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം വൈറലാവുന്ന വീഡിയോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന വിഭാഗപ്പെട്ട എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രയോ കണ്ടന്റ് ഇടുന്നു, കുറേ കണ്ടന്റ് ഇടുന്നു, പക്ഷെ ഒന്നും റീച്ച് ആവുന്നില്ല. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഹവേഴ്സ് നമ്മളിടുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കണ്ടാവുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമമുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ പരിഹാരങ്ങളുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് ടിപ്സ് പറയുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ ചാനലിൽ പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓൺ ആക്കിയിരിക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം നമ്മളെല്ലാവരും കൺഫ്യൂഷൻ ആകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടൈപ്പാണ് ലൈക്സ് കൂടുതൽ കിട്ടിയാലാണോ, കമന്റ്സ് കൂടുതൽ കിട്ടിയാലാണോ, ഷെയർസ് കൂടുതൽ കിട്ടിയാലാണോ നമ്മൾ വീഡിയോ വൈറലാകുന്നത്. എന്നാൽ അതൊന്നുമല്ല, സേവ്സ് കൂടുതൽ കിട്ടിയാലാണ് 2025 ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം വൈറലാകുന്നത് വീഡിയോ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തീർച്ചയായിട്ടും വൈറലാകും. അങ്ങനെ വൈറലായാൽ മാത്രം നിങ്ങളെ വന്നിട്ട് ഈ വീഡിയോയിൽ ലൈക്ക് അടിച്ച് പോയാൽ മതി. ഈ കാര്യങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല, വിത്ത് പ്രൂഫ് ഞാൻ എല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നമുക്ക് വ്യൂസ് കൂടുമെന്ന് പറയുന്നതല്ല. എൻ്റെ അക്കൗണ്ട് വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 10 കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് വേറെ പോലെ ഹാഷ്ടാഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നോർമൽ പോലത്തെ ഒരു ഹാഷ്ടാഗ് അല്ല. നമ്മൾ യൂണീക്ക് ആയിട്ട് ഒരു ഹാഷ്ടാഗ് ഉണ്ടാക്കണം. നമ്മളുടെ പേര് വെച്ചോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലെറ്റേഴ്സ് PSPPPP അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യൂണീക്ക് ആയിട്ട് ഹാഷ്ടാഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ വീഡിയോ യൂണീക്ക് ആയിട്ടുള്ള ഹാഷ്ടാഗിന്റെ പേജിൽ മാത്രം വന്നിട്ട് കിടക്കുന്നതായിരിക്കും. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ പേജിൽ ആ വീഡിയോ കിടക്കുമ്പോൾ നിങ്ങളുടെ വേറൊരു അക്കൗണ്ടിൽ നിന്നോ നിങ്ങളൊരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്നോ ആ യൂണീക്ക് ആയിട്ടുള്ള ഹാഷ്ടാഗിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടോ നിങ്ങളുടെ വീഡിയോ ലൈക്കോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി നമുക്ക് റെക്കമെൻഡബിൾ ആവും. വീഡിയോ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും കൂടെ റെക്കമെൻഡ് ആക്കി തരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസും സോങ്സും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസും യൂസും ശ്രമിക്കുമ്പോൾ നമ്മൾ 10Kയിൽ താഴെയുള്ള സോങ്സ് വേണം തിരഞ്ഞെടുക്കാൻ. 10Kയിൽ താഴെയുള്ള സോങ്സ് തിരഞ്ഞെടുക്കുന്ന പോലെ നിങ്ങളിപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസിൽ നിങ്ങളുടെ സൗണ്ട് ചിലപ്പോണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ സൗണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം CapCutലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് എഡിറ്റിംഗ് ആപ്പാണോ അതിൽ നിങ്ങളുടെ സോങ് ആഡ് ചെയ്തിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള വോയിസിൽ കൊണ്ടിട്ട് നിങ്ങളുടെ സോങ് അപ്ലൈ ചെയ്തിട്ട് ട്രെൻഡിങ് സോങ്ങിന് സൗണ്ട് കുറച്ച് വയ്ക്കുക. മാക്സിമം ഒരു 2ൽ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് കേൾക്കുന്നതായിരിക്കില്ല. എന്നിട്ട് നിങ്ങളുടെ സൗണ്ട് മ്യൂട്ട് മാറ്റിയിട്ട് ഫുൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോ കിട്ടും. ആ ട്രെൻഡിങ് പേജിൽ പോയി നിങ്ങൾ വീഡിയോ പോയി കിടക്കുകയും ചെയ്യും. അങ്ങനെ വീഡിയോ പോയി കിടക്കുന്നവരെ പേജിൽ വഴി നമുക്ക് വൈറലാവാനുള്ള ചാൻസ്. മാക്സിമം എല്ലാവരും 10K ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 10Kയ്ക്കുള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള സോങ്സിൽ ഓഡിയോ പേജിൽ കൊണ്ടുപോയി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ യൂണീക്ക് ആയിട്ട് ഹാഷ്ടാഗ് ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്നോ നിങ്ങളുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിൽ നിന്നോ നിങ്ങളുടെ വീഡിയോ സേവ് ചെയ്ത് നോക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ സ്റ്റോറി ഇടാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റീൽസ് അപ്ലോഡ് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട്സിനോ മറ്റേ ആൾക്കാർക്കോ റീച്ചുള്ള ആർക്കായിക്കോട്ടെ അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയാം നിങ്ങളുടെ വീഡിയോ ഒന്ന് സ്റ്റോറി ഇടുമോ, എൻ്റെ വീഡിയോ ഒന്ന് സ്റ്റോറി ഇടുമെന്ന് ചോദിക്കാം. പക്ഷേ ഇനി എല്ലാവരും അതിന് പകരം നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സേവ് ചെയ്യുമോ എന്ന് ചോദിക്കുക. വേണമെങ്കിൽ അവരുടെ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്യാം, നിങ്ങളുടെ വീഡിയോ അവർക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ അവരുടെ നമ്മൾ ചെയ്തു. അപ്പോൾ അവരുടെ വീഡിയോ നമ്മൾ വൈറലായിക്കോളും, അവരുടെ വീഡിയോ നമ്മൾ വൈറലായിക്കോളും. അപ്പോൾ മാക്സിമം ഇനി എല്ലാവരും സ്റ്റോറി ഇടിക്കുന്നതിന് പകരം കൊണ്ടിട്ട് സേവ് ചെയ്യിപ്പിക്കുക. മാക്സിമം സേവ് ചെയ്യുന്നതോടെ നിങ്ങളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം 2025 പറയുന്നത് ഷെയർസിനേക്കാളും ലൈക്സിനേക്കാളും കമന്റ്സിനേക്കാളും സേവ്സിനാണ് ഇപ്പോൾ 2025 ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ നീ സേവ്സ് ചെയ്യിപ്പിക്കാം. സോ നാലാമത്തെ കാര്യം നല്ല അടിപൊളി തമ്പനെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം എക്സ്പ്ലോർ പേജിലായാലും നമ്മുടെ ഫീഡ്സിലായാലും നമ്മുടെ റീൽസ് ആദ്യം കാണുന്നത് നമ്മുടെ തമ്പനെയിൽ ലോഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് വീഡിയോ തന്നെ പ്ലേ ആവുന്നത്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ അത്ര ഒരു തമ്പനെയിൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ തമ്പനെയിൽ വരെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ തമ്പനെയിൽ തൊട്ടിട്ട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് കയറി വൈറലാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തമ്പനെയിൽ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തമ്പനെയിലിൽ ക്യാപ്ഷൻസ് കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്യാപ്ഷൻസ് തമ്പനെയിലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്ഷൻസ് വായിച്ചിട്ടായാലും ആൾക്കാർ ഒന്ന് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ 3 സെക്കൻഡ്സ് ആ വീഡിയോ നിന്നിട്ട് എൻഗേജ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡബിൾ ആണ്, സേവ്സ് ആണ്, ഷെയർസ് ആണ്, എല്ലാം കൂടുന്നത്. അപ്പോൾ അഞ്ചാമത്തെ കാര്യം അപ്ലോഡ് ടൈം. അപ്പോൾ മാക്സിമം നമ്മൾ യൂട്യൂബേഴ്സ് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ടൈം കാണും, ഫോളോവേഴ്സ് ആക്റ്റീവ് ടൈം. അപ്പോൾ ആ ടൈം നോക്കിയിട്ട് നമ്മളുടെ മിക്ക ആൾക്കാരുടെ ടൈം 6 PM ആയിരിക്കുള്ളൂ, 6 PM തന്നെ ആയിരിക്കുള്ളൂ. കാരണം അതിൻ്റെ ഒരു മാറ്റമില്ല. അതിപ്പോൾ എല്ലാവരും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് ആക്റ്റീവ് ആയിട്ടുള്ള ആണെങ്കിലും ആക്റ്റീവ് അല്ലാത്ത വഴിയാണെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെ ഫോളോവേഴ്സും 6 PM ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ 6 PM വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, മറിച്ച് 5 PM ഇടും. അപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് ഏത് ടൈമിലാണ് ആക്റ്റീവും അതിന് 1 മണിക്കൂർ മുമ്പേ നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക.
കാരണം പണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 6 മണിക്ക് ആ ഫോളോവേഴ്സ് ആക്റ്റീവ് ആകുവാണെങ്കിൽ നമ്മളത് 5 PM ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സിലേക്ക് കറക്റ്റായിട്ട് അത് എത്തിച്ചേരും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് പറയുന്നുണ്ട്. ഒന്നും വേസ്റ്റ് ആയി പോകില്ല. എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ 6ാമത്തെ കാര്യം, ക്യാപ്ഷൻ ഓൺ സ്ക്രീൻ. അതായത് നിങ്ങൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ റീൽസിൽ ക്യാപ്ഷൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാപ്ഷൻസും തോട്ട്സും അങ്ങനെ ഒരുപാട് സോങ് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോങ്ങിൽ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ എന്താണോ നമുക്ക് ലൈൻസിലൂടെ അവതരിപ്പിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ ഫോൺസോ അല്ലെങ്കിൽ ഒരു വേർഡ്സോ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വേർഡ്സ് വഴിയോ അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ഇപ്പം നമുക്ക് വേണ്ട വീഡിയോസ് ഉണ്ടാവും. നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ പറ്റിയ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോറി ഇടും. ഇപ്പോൾ ഇമോഷൻ ആണെങ്കിലും ലവ്സ് ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും കോഡ്സ് വെച്ചിട്ടാണ് നോക്കുക. കോഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അത്യാവശ്യം ആൾക്കാർ സേവ്സ് ചെയ്യാൻ കൂടുതലും ചാൻസ് ഉള്ളത് ഇതുപോലെ തന്നെ കോഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന റീൽസിൽ കോഡ്സ് ആഡ് ചെയ്യണം. മാക്സിമം എല്ലാവരും കോഡ്സ് ആഡ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ റീൽസാണ്. ഇപ്പോൾ എൻ്റെ റീൽസ് ആണെങ്കിൽ പോലും ഞാൻ കോഡ്സ് ആഡ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ വൈറൽ. മില്യൻസ് കയറിയിട്ടുണ്ട്, ഒരുപാട് മില്യൻസ് കയറിയിട്ടുണ്ട്. 3-4 വീഡിയോസിലും മില്യൻസ് കയറിയിട്ടുണ്ട്. ആ 4 വീഡിയോസും കയറി കോഡ്സ് ഇട്ടിട്ടാണ് കയറിയിട്ടുള്ളത്. കോഡ്സും പ്ലസ് നമ്മളെ ഈ ട്രിപ്സും ഹാഷ്ടാഗ്സും ഓഡിയോ പേജും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ കോഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമ്മുടെ ഓൺ റീൽസിനേക്കാളും കോഡ്സ് റീൽസിനാണ് മുൻഗണന കൂടുതലുള്ളത്. അപ്പോൾ ഈ റീൽസിൽ ക്യാപ്ഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ഇല്ലാത്തവർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഞാൻ പണ്ട് കോഡ്സ് വെക്കാതെ യൂസ് ചെയ്തിട്ടുള്ള ഇൻസൈറ്റ്സ് ആണ് ഈ വീഡിയോയുടെ. ഇത് ഞാനിപ്പോൾ ക്യാപ്ഷൻസ് യൂസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള വീഡിയോസ് ഇൻസൈറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും അക്കൗണ്ടൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ നുണ പറയുന്നതല്ല, ഇതെല്ലാവർക്കും പ്രൂഫ് സഹിതമാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഒന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ റീൽസിൽ ക്യാപ്ഷൻസ് കൊടുക്കുന്ന അത്ര വലിയ കാര്യമില്ല എന്നാലും പറയണ്ട, നല്ല വലിയൊരു കാര്യമാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. ഈ സെറ്റിംഗ്സും എല്ലാവരും എനേബിൾ ആക്കാൻ നോക്കുക. ആ സെറ്റിംഗ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ മോളിലേക്കാണ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോയിട്ട് കാണാൻ പറ്റും നമുക്ക് ഷെയർസ് ആൻഡ് റീയൂസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഓൺ ആക്കി എടുക്കണം. കാരണം പോസ്റ്റ് ആൻഡ് റീൽസ് നമ്മളെ വീഡിയോസും സ്റ്റോറീസും ഒക്കെ എല്ലാവർക്കും ഷെയർസ് പോകണമെങ്കിൽ ആദ്യം ഇത് എലോ ചെയ്ത് തരണം. ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ഇത് എലോ ചെയ്യാൻ നോക്കുക. കാരണം പോസ്റ്റ് സ്റ്റോറീസ് എലോ കൊടുക്കണം, സ്റ്റോറീസിന് മെസ്സേജസ് ഇതും എലോ കൊടുക്കണം, റീപോസ്റ്റ് ചെയ്യാനുള്ളതും കൊടുക്കണം. കാരണം ഇതൊക്കെ നമുക്ക് റീച്ചും ഷെയർസും കയറാനുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ പോസ്റ്റ്, റീൽസ്, അതുപോലെ ഇത് എവരിവൺ എല്ലാം കൊടുക്കുക, ഡൗൺലോഡ്സ് കൊടുക്കുക, എല്ലാം ഓൺ ആക്കി ഇടുക. എല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾ സെറ്റിംഗ്സ് അങ്ങനെ കോപ്പി ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഓൺ ആക്കുന്ന മറ്റൊരു സെറ്റിംഗ്സ് ആണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പേജിൽ വരിക. പേജിൽ വന്നിട്ട് മുകളിൽ കാണുന്ന നേരെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടാഗ്സ് ആൻഡ് മെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടാഗ്സ് ആൻഡ് മെൻഷൻ ചെയ്തിട്ട് ഇതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ എലോ ചെയ്തിടുക. അപ്പോൾ താഴെ കാണുന്ന ഈ 2 ഓപ്ഷൻസ് എലോ പീപ്പിൾ ടു ബൂസ്റ്റ് ദിയർ സ്റ്റോറീസ് ദാറ്റ് മെൻഷൻ യു, അതുപോലെ തന്നെ താഴെ കാണുന്ന ഇത് രണ്ടും എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ റീൽസ് മറ്റുള്ളവർക്ക് അത് സ്റ്റോറി ഇടാനും മറ്റ് ഷെയർസും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളത് പെർമിഷൻ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് എലോ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മളുടെ റീൽസും കാര്യങ്ങളും ആർക്കും സ്റ്റോറി പോകില്ല, അങ്ങനെ സ്റ്റോറി ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് എലോ ആണെങ്കിൽ മാത്രമേ അപ്പോൾ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എലോ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ എല്ലാവരും ആ സെറ്റിംഗ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതൊന്നും എലോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റീൽസ് അവിടെയൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളെല്ലാം റീച്ച് എവിടെയെങ്കിലൊക്കെ സ്റ്റക്ക് ആവും. അപ്പോൾ ഈ സെറ്റിംഗ്സ് എല്ലാം ഓണാണെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്രിയേറ്റർ പ്രൊഫൈൽ ഉണ്ട്, ബിസിനസ് പ്രൊഫൈൽ, കാറ്റഗറി, ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാം. കാരണം ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഓഫായി കിടക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെറ്റിംഗ്സ് എലൗഡ് ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന ആ പേജിലേക്ക് പോകുമ്പോൾ ടാഗ്, ലൊക്കേഷൻ, അതുപോലെ ആഡ് AI ലെവൽ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതെല്ലാവരും അവിടെ ആഡ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഓഡിയൻസ് എവരിവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ട്രെയിൽ നമുക്ക് വേണമെന്നില്ല. ട്രെയിൽ നമുക്ക് ഇപ്പോൾ നോൺ ഫോളോവേഴ്സിലേക്ക് പോകുന്ന ഒരു ഓപ്ഷനാണ്. അത് വേറൊരു അഡീഷണൽ റീച്ചിങ് മെത്തേഡാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ റെക്കമെൻഡ് ഓൺ ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് റെക്കമെൻഡ് ആയിട്ടുള്ള മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫേസ്ബുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കണക്റ്റഡ് ആണെങ്കിൽ ആ ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഈ ഇടുന്ന റീൽസ് നമ്മൾ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ്. ഫേസ്ബുക്കിലോട്ട് പോയിട്ട് ചിലപ്പോൾ അവിടെയും ചിലപ്പോൾ റീച്ച് കയറാം, അവിടെ നിന്നുള്ള വ്യൂസ് നമുക്ക് ഇങ്ങോട്ടും വരാം. അങ്ങനെ അത് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. അത് എന്തായാലും എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മോർ ഓപ്ഷൻ എടുക്കുക. മോർ ഓപ്ഷനിൽ ഇതേപോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഷെഡ്യൂൾ ബേസ് റീൽ, അതിൽ നിങ്ങൾക്കിപ്പോൾ ഇത് റീൽ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്തിടാനോ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആദ്യമേ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഡേറ്റിൽ വേണോ ആ ഡേറ്റിൽ ഏത് സമയത്ത് വേണോ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കാം. ഓട്ടോമാറ്റിക് അപ്ലോഡ് ആയിട്ട് എന്നാണോ ആ ഡേറ്റിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോൺ ലെറ്റ് മീ ടെംപ്ലേറ്റ്സ് അത് നമുക്ക് ഓണാക്കി ഓഫ് ചെയ്യാതെ കുഴപ്പമില്ല. ഹൈഡ് ലൈക്ക്, ഹൈഡ് ഷെയർ അതൊന്നും പ്രശ്നമില്ല. അത് നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ ചെയ്താൽ മതി. അതുപോലെ തന്നെ എലോ പീപ്പിൾ ടു ഡൗൺലോഡ് യുവർ റീൽ, അതായത് നിങ്ങൾ റീല് ആരൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്ന് അവരൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഓൺ ചെയ്തിടുക. കാരണം നിങ്ങൾ റീൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു റീച്ചിങ് മെത്തേഡാണ്. ഇനി ഓഫ് ചെയ്തിട്ടുള്ളവർക്ക് ഓഫ് ചെയ്തിടാം. അത് നല്ലൊരു കാര്യമാണ്. ഓണാക്കിയിട്ടുള്ളതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എനേബിൾ ക്ലോസ്ഡ് ക്യാപ്ഷൻ, ട്രാൻസ്ലേറ്റ് ക്ലോസ്ഡ് ക്യാപ്ഷൻ. അപ്പോൾ
ഇത് രണ്ടും എനേബിൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ട്രിപ്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് റീൽസ് അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് മുമ്പ് ഇതാദ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതൊക്കെ നോക്കിയാൽ മതി. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടിപ്സ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ആ ഒരു സാധനം മാറണം. അതിന് വരാം ഷാഡോ ബാൻ. ഷാഡോ ബാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് മുമ്പ് ഷാഡോ ബാൻ ചെക്ക് ചെയ്യാൻ നോക്കുക. ഷാഡോ ബാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ ആദ്യം ഷാഡോ ബാൻ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷാഡോ ബാൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തിട്ട് മുകളിൽ കാണുന്ന ഐക്കണെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ അക്കൗണ്ട് സ്റ്റാറ്റസിൽ ഇതുപോലെ പച്ച കളർ കത്തിയാണോ എല്ലാം ഇരിക്കണമെന്ന് ആദ്യം നോക്കുക. കാരണം ആദ്യത്തെ റിമൂവ് കണ്ടന്റ് മെസ്സേജിങ് ഇഷ്യൂ, അത് പിന്നെ വാട്ട് കനോട്ട് ബി റെക്കമെൻഡ്. അത് ചുവപ്പ കളർ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഷാഡോ ബാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് റീച്ച് ആകാൻ പോകുന്നില്ല, അത് മാറണ വരെ തന്നെ കാത്തിരിക്കണം. അപ്പോൾ വാട്ട് കനോട്ട് ബി റെക്കമെൻഡ് ഇതെങ്ങാനും ചുവപ്പ കളർ കത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കാര്യം നോക്കണ്ട. ഇത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഷാഡോ ബാൻ ആണ്, അത് മാറാണ്ട് വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ ടിപ്സ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ഒന്നും വർക്കാവുള്ള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഇത് ചെക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ സാധനം ഷാഡോ ബാൻ ആയിട്ട് കിടക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയില്ല, അത് മാറണം. അപ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഇത്ര നേരം കിടന്ന് പറഞ്ഞിരുന്നത് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമല്ലോ. അപ്പോൾ പ്രൂഫ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ കാണാൻ പറ്റും 2.1 മില്യൺ വ്യൂസ് ഇൻ ദി ലാസ്റ്റ് 30 days. അതായത് ഈ ഒരു കഴിഞ്ഞ മാസം ഫുള്ളായിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ 2.1 മില്യൺ ആണ് ടോട്ടൽ വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എൻ്റെ വീഡിയോയിൽ വ്യൂ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നില്ല. ഈ ഐക്കൺ ലേഔട്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അത് നമ്മൾ പറഞ്ഞുതരാം. സുഖമാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 2.4 മില്യൺ ആണ് ഈ വ്യൂസിൽ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കോട്സ് വെച്ചിട്ടുള്ള വീഡിയോസും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വോയിസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റീച്ച് കയറും. ഇൻസ്റ്റാഗ്രാം ഇൻസൈറ്റ്സ് ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ കാണാം സേവ്സ് ഉണ്ട് 8K 30K ഷെയർസ്. അതുമാതിരി വ്യൂ ഫൗണ്ട് കോപ്പീസ് ഓഫ് യുവർ റീൽ എന്നാണ് ക്രെഡിറ്റർ ആസ് യുവർ ഒറിജിനൽ ഓതർ. അതായത് നമ്മുടെ റീൽസ് ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അത് അവർ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിത് അറിയാൻ പറ്റും. സാധാരണ ഇത് യൂട്യൂബിൽ മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. കോപ്പിറൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് റിമൂവൽ കോപ്പിറൈറ്റ് ക്ലെയിമും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുണ്ട്. നമ്മൾ റീൽ ആരൊക്കെ കൊടുത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്, അവർക്കിപ്പോൾ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല നമ്മളെ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊമോഷൻ അങ്ങനെ കിട്ടിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത റീൽ നോക്കുമ്പോഴും കാണാൻ പറ്റും 260, അതായത് 260K ലൈക്ക് വന്നിട്ടുണ്ട്. 260K ലൈക്കും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇൻസൈറ്റ്സ് അതിനെന്തെങ്കിലും കയറിയിട്ടുണ്ടാവും. ഓക്കെ, 14,000 പേരാണ് അത് സേവ് ചെയ്തിട്ടുള്ളത്, 48,000 പേര് ഷെയർസ്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി കാണാൻ പറ്റും. അതിൻ്റെ വാച്ച് ടൈമും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് വരെ നമുക്ക് റീച്ച് കയറിയിട്ടുണ്ട് 109 കേട്ടോ. ഫേസ്ബുക്ക് അതാണ് നേരത്തെ റെക്കമെൻഡ് ഓണാക്കിയിടാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൻ്റെ. അപ്പോൾ ഫേസ്ബുക്കിന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അഡീഷണൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗമാണ്. അപ്പോൾ അതെ അടുത്തതും ആണ് മില്യൻസ് അടിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസിൻ്റെ കോഡ്സ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കോഡ്സ് ഇട്ടിട്ട് എല്ലാവരും മാക്സിമം ഇടാൻ ശ്രമിക്കുക. കോഡ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കയറും, നല്ല ട്രെൻഡിങ് വോയിസിൽ കൊണ്ടുപോയിട്ടാണ്. ഏറ്റവും കൂടുതൽ സേവ്സ് വന്നിട്ടുള്ളത് ഇതിലാണ്. 23K വന്നിട്ടുള്ളത്, 104K ഷെയർസ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളും എല്ലാം കൊണ്ട് കയറിയിട്ടുള്ളതാണ്. 663 ഫേസ്ബുക്കിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മില്യൻ അടിച്ചിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഇതാണ് 1.8. ഇത് നമ്മൾ ട്രെൻഡിങ് എർത്തിൻ്റെ ഒരു എഫക്റ്റിൻ്റെ വീഡിയോ ഇട്ടാണ്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടാണ് അതിപ്പോൾ 1.8. അപ്പോൾ മാക്സിമം എല്ലാത്തിലും ക്യാപ്ഷൻസ് കൊടുക്കുന്ന വീഡിയോസ് എല്ലാം നമുക്ക് മില്യൻസ്, പണ്ട് K ആണെങ്കിൽ ഇപ്പോൾ ഫുൾ മില്യൻസാണ് കയറുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് സക്സസ് ആവും എന്തായാലും. കാരണം ഇത്രയും ഓപ്ഷൻസിൽ സക്സസ് ആയില്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് ഷാഡോ ബാൻ ആണ്, അതാദ്യം ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് വേണ്ടതൊക്കെ നോക്കണമെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. അഭിപ്രായം കമൻ്റ് ആയിട്ട് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതൊന്നും യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് അതും പറയാം, ഒക്കെ പറയാൻ കമൻറ്റിൽ, അതൊന്നും പ്രശ്നമില്ല, എല്ലാം പറയാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എങ്ങനെയാലും ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ബൈ, ടാറ്റാ.